നമസ്കാരം. ഓക്കെ, നമ്മളപ്പോൾ അടുത്ത ക്ലാസ് തുടങ്ങാം അല്ലേ? ഇന്നത്തെ ക്ലാസ് ഏതാ ലെസൺ? നമ്മൾ ഏത് പോർഷനാണ് നിർത്തിയത്? പേജ് നമ്പർ 35 പ്രോബ്ലംസ് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തി? ഇതിൽ 1ഉം 2ഉം പ്രോബ്ലംസ് ചെയ്തു. മൂന്നാമത്തെ ഒന്ന് വായിച്ചു നോക്കി ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് വന്നത് അല്ലേ? അപ്പോൾ നമ്മളൊന്നും കൂടെ ഫ്രാക്ഷൻ്റെ ഞാനൊന്ന് പറയുകയാണ്. Quarter. What's the fraction form of quarter? Means how to write in numerals. 1/4, half. 1/2, 3/4 or 3/4. 3/4. 1/4 kg. It's a 250 grams. 1/2 kg. 500 grams. 3/4 kg. 750 grams. That like a meter, centimeter, liter, milliliter. All things we studied. Okay. And we can start now the third question. The question is like this. 1 kilogram yam is cut into 3 equal pieces. 1 കിലോഗ്രാം ചേന എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിനെ ഞാൻ എന്താക്കി മാറ്റി? 3 തുല്യ ഭാഗങ്ങളാക്കി മുറിച്ചു. 1 കിലോഗ്രാം ആണ് ചേനയുടെ ആകെ വെയിറ്റ്, തൂക്കം. അതിനെ ഞാൻ എന്താക്കി? 3 തുല്യ ഭാഗങ്ങളാക്കി മുറിച്ചു. One of the piece is halved. HALVED, halved. പകുതിയാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അതിലൊരു കഷ്ണം ചേനയെ ഞാൻ വീണ്ടും പകുതിയാക്കി മുറിച്ചു. What is the weight of this piece? ഏത് പീസ്? നമ്മൾ അതിലൊരു കഷ്ണത്തെ പകുതിയാക്കിയില്ലേ? ആ പകുതി കഷ്ണത്തിന്റെ വെയിറ്റ് എത്രയാണ്? അപ്പൊ ആദ്യം ഒന്നും കൂടെ പറയാം. 1 കിലോഗ്രാം ചേനയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതിനെ ഞാൻ 3 തുല്യ ഭാഗങ്ങളാക്കി മുറിച്ചു എങ്കിൽ അതിലൊരു ഭാഗത്തിന്റെ വെയിറ്റ് എത്രയായിരിക്കും? ആകെ എൻ്റെ കയ്യിൽ 1 കിലോഗ്രാം ചേനയാണ് ഉണ്ടായിരുന്നത്. അതിനെ ഞാൻ 3 തുല്യ ഭാഗങ്ങളാക്കി മുറിച്ചു എങ്കിൽ അതിലൊരു ഭാഗത്തിന്റെ അഥവാ ഒരു കഷ്ണത്തിന്റെ തൂക്കം, വെയിറ്റ് എത്രയായിരിക്കും? ഫ്രാക്ഷൻ ഫോമിലാണ് ആൻസർ വരിക. എത്രയാണ് വരിക? 1/3 കിലോഗ്രാം. എങ്ങനെയാ 1/3 കിട്ടിയേ? ചേനയുടെ ആകെ ഭാരം 1 കിലോഗ്രാം ആണ്. അതെപ്പോഴും ആകെയുള്ളത് എപ്പോഴും ന്യൂമറേറ്ററിൽ എഴുതി. എത്ര ഭാഗങ്ങളാക്കിയിട്ടാണ് മുറിക്കുന്നത്? 3 ഭാഗങ്ങളാക്കി. ആ 3 എന്നുള്ള സംഖ്യ ഞാൻ എൻ്റെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതി. അംശം 1ഉം ഛേദം 3ഉം. അപ്പോൾ ഒരു കഷ്ണം ചേനയുടെ വെയിറ്റ് എത്ര വരും? 1/3, 1/3 കിലോഗ്രാം. അതല്ല നമ്മുടെ ചോദ്യം. എന്താ ചോദ്യം? ഈ 1/3 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു കഷ്ണം ചേന വീണ്ടും ഞാൻ എന്താക്കി മാറ്റി? പകുതി, ഹാഫ് ആക്കി മാറ്റി. അപ്പൊ ഈ 1/3യുടെ 1/2 എത്രയാന്ന് കാണണം. അതെങ്ങനെയാ ഇംഗ്ലീഷിൽ പറയാ? 1/2 ഓഫ് 1/3 എന്നുള്ളതാണ് കാണേണ്ടത്. മനസ്സിലായോ? 1/3ന്റെ 1/2 ഭാഗം. 1/3 എനിക്ക് എവിടുന്നാ കിട്ടിയത്? 1 കിലോഗ്രാം വെയിറ്റ് ഉള്ള ചേനയെ ഞാൻ 3 തുല്യ ഭാഗങ്ങളാക്കിയിട്ടാണ് മുറിച്ചത്. അതിലൊരു ഭാഗത്തിന്റെ വെയിറ്റ് ആണ് 1/3 kg എന്ന് എനിക്ക് കിട്ടിയത്. ആ ഒരു കഷ്ണത്തെ വീണ്ടും പകുതിയാക്കുമ്പോഴാണ് നമുക്ക് 1/2 ഓഫ് 1/3 അഥവാ 1/3ന്റെ 1/2 ഭാഗം കാണേണ്ടി വരുന്നത്. ഓക്കെ, ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ചെയ്യാം. നോക്കൂ, ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. പേജ് നമ്പർ 35 ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ എഴുതാനുള്ള സ്പേസ് വിട്ടോളൂ. ആൻസർ എഴുതണം. The total weight of yam, ചേനയുടെ ആകെ ഭാരം സമം 1 kg, 1 കിലോഗ്രാം. It is cut into 3 equal pieces. എന്താണ്? ഇതിനെ 3 സമഭാഗങ്ങളാക്കുന്നു. 3 സമഭാഗങ്ങളായി മുറിക്കുന്നു എന്ന് എഴുതിയാലും കുഴപ്പമില്ല. It is cut into 3 equal pieces. ഇതിനെ 3 സമഭാഗങ്ങളായി മുറിക്കുന്നു, സമഭാഗങ്ങളാക്കി മുറിക്കുന്നു. The weight of 1 piece of yam എങ്കിൽ എന്ത്?
ഒരു കഷ്ണം ചേനയുടെ തൂക്കം എത്ര അല്ലെങ്കിൽ ഭാരം എത്ര? ഇതിൽ ഒരു കഷ്ണം ചേനയുടെ ഭാരം സമം എന്താണ് വരിക? മൊത്തമുള്ള ചേനയുടെ ഭാരം ന്യൂമറേറ്ററും എത്ര ഭാഗങ്ങളാണോ ആക്കുന്നത് അത് ഡിനോമിനേറ്ററുമായിട്ട് എഴുതുമ്പോൾ എത്ര ആൻസർ വരും? 1/3 kg. അത് ആൻസറിന്റെ ഒരു ഭാഗമാണ്, അതുകൊണ്ട് ഒരു വര വരയ്ക്കാം. ഇനി എന്താണ് വീണ്ടും പറയുന്നത്? അതില് ഒരു കഷ്ണം ചേനയിൽ നിന്ന് ചേനയുടെ ഒരു കഷ്ണം ചേനേനെ വീണ്ടും ചേന അങ്ങനെ പറഞ്ഞിരിക്കുക അല്ലെ. ഒരു കഷ്ണം ചേന വീണ്ടും ഞാൻ എന്ത് ചെയ്തു? പകുതിയാക്കി മുറിച്ചു. അതായത് വൺ ഓഫ് ദ പീസ് ഓഫ് യാം ഈസ് ഹാഫ്ഡ്. HALVED എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പകുതിയാക്കുക. അങ്ങനെ നമുക്ക് കിട്ടിയ ഈ ഒരു കഷ്ണം, അതായത് ഒരു കഷ്ണത്തിന്റെ ഭാരം 1/3, അതിനെ വീണ്ടും പകുതിയാക്കുന്നു. ഇതിലൊരു കഷ്ണം ചേനയെ വീണ്ടും പകുതിയാക്കുന്നു. അപ്പോൾ വെയിറ്റ് the weight of this piece, ഏത് പീസ്? നമ്മൾ ആ പകുതിയാക്കിയതിന് ശേഷമുള്ള ഒരു കഷ്ണം ചേനയുടെ ഭാരം എത്ര? എങ്ങനെ കാണും? ഈ 1/3യുടെ 1/2 അല്ലേ കാണേണ്ടത്? 1/2 ഓഫ് 1/3, 1/3ന്റെ. അപ്പൊ മലയാളം മീഡിയക്കാരെ എഴുതേണ്ടത് എന്താണ്? ഈ കഷ്ണത്തിന്റെ തൂക്കം സമം. അത് ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടില്ല. എങ്ങനെ എഴുതും? 1/3ന്റെ 1/2 ഭാഗം. 1/2 ഓഫ് 1/3 എന്നുള്ളതിന്റെ അർത്ഥം 1/3ന്റെ 1/2 ഭാഗം എന്ന് എഴുതണം കേട്ടോ അവര്. 1/3ന്റെ 1/2 ഭാഗം സമം മൾട്ടിപ്ലൈ ചെയ്യുക. ബാക്കിയുള്ളതൊക്കെ സെയിം സ്റ്റെപ്സ് തന്നെയാണ്. 1/2 into 1/3, ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1 കിട്ടി, ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 6 കിട്ടി. അപ്പൊ സോ വി ഗോട്ട് ഇറ്റ് 1/6 കിലോഗ്രാം. ഇതിനെ ഗ്രാം ആക്കാനൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. ഗ്രാം ആക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? കിലോഗ്രാമിനെ ഗ്രാം ആക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ലിറ്ററിനെ മില്ലി ലിറ്റർ ആക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫ്രാക്ഷൻ ആയിക്കോട്ടെ, ഡെസിമൽ ആയിക്കോട്ടെ, സാധാരണ ന്യൂമറൽ ആയിക്കോട്ടെ, ഏതായാലും നമുക്ക് ലിറ്റർ കൺവേർട്ട് ലിറ്റർ ഇൻടു മില്ലി ലിറ്റർ, the given number multiplied by 1000, kilogram to gram multiplied by 1000, meter to centimeter multiplied by 100, kilometer to meter multiplied by 1000. അപ്പൊ ഇതൊക്കെ നമുക്ക് അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ ഇവിടെ കിലോഗ്രാമിനെ ഗ്രാം ആക്കാൻ പറഞ്ഞിരുന്നു എങ്കിൽ ഈ ഫ്രാക്ഷനെ ഞാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമായിരുന്നു. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ട് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അയ്യോ ടീച്ചർ പറഞ്ഞു തന്നില്ല എന്ന് പറയരുത്. കിലോഗ്രാമിനെ ഗ്രാം ആക്കാനായിട്ട് തന്നിരിക്കുന്ന ഫ്രാക്ഷൻ, ചോദ്യത്തിലെ ഫ്രാക്ഷൻ എന്താണോ അത് ഇൻറ്റു 1000. നമ്മൾ ലിറ്ററിന് മില്ലി ലിറ്റർ ഒക്കെ ആക്കിയില്ലേ കഴിഞ്ഞ പ്രോബ്ലത്തിൽ, അതേപോലെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. മാച്ചോട്ടെ ഇത്. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? നാലാമത്തെ ചോദ്യം. ഫോർത്ത് വൺ, ഹാഫ് ദ ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ആർ ഗേൾസ്. ഒരു ക്ലാസ്സിലെ പകുതി കുട്ടികൾ ഗേൾസ് ആണ്. അപ്പോൾ ഗേൾസിന്റെ എണ്ണം എത്ര? ആകെയുള്ളതിന്റെ എത്ര ഭാഗം? ഭാഗം എന്ന് പറഞ്ഞാൽ എപ്പോഴും ആൻസർ ഫ്രാക്ഷൻ ഫോമിലാണ് വരിക കേട്ടോ. അപ്പൊ ആകെയുള്ളതിന്റെ എത്ര ഭാഗമായിരിക്കും ആ ക്ലാസ്സിലെ ഗേൾസിന്റെ എണ്ണം? ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ ഫ്രാക്ഷൻ ഫോം? 1/2. അപ്പൊ ഒരു ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ എണ്ണത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1/2 ഭാഗം ഗേൾസും 1/2 ഭാഗം ബോയ്സും അല്ലേ ആവുക? പകുതി പകുതി അല്ലേ വരിക? ഓക്കെ, അപ്പോ ഹാഫ് ദ ചിൽഡ്രൻ ഇൻ എ ക്ലാസ് ആർ ഗേൾസ് മീൻസ് 1/2 പാർട്ട് ആ ക്ലാസ്സിലെ ഗേൾസ് ആണ്. എ തേർഡ് ഓഫ് ദം, എ തേർഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1/3 എന്നാണ് അറിയാം കേട്ടോ. അത് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. എ തേർഡ് മീൻസ് 1/3. 1/3ന്റെ ഫ്രാക്ഷൻ ഫോം അറിയോ? 1/3. 1/3, 1/4 എന്ന് പറഞ്ഞാൽ 1/4, 1/3 എന്ന് പറഞ്ഞാൽ 1/3. ഇതിലിപ്പോ എ തേർഡ്, എ എന്ന് പറഞ്ഞാൽ 1. എ തേർഡ് ഓഫ് ദം ആർ ഇൻ ദ മാത്സ് ക്ലബ്. ഇതിലെ 1/3 ഭാഗം, മലയാളത്തിലെ എ തേർഡ് എന്നുള്ളതിന് 1/3 ഭാഗം. അപ്പോ എ ഫോർത്ത് എന്ന് പറഞ്ഞാൽ 4/1 ഭാഗം എന്നാ പറയാ കേട്ടോ. എ തേർഡ് ഓഫ് ദം ആർ ഇൻ ദ മാത്സ് ക്ലബ്. അതിലെ
1/3 ഭാഗം, ആകെ 1/2 ഭാഗമാണ് ഗേൾസ്. അതിലെ തന്നെ 1/3 അഥവാ 1/3 ഏതിലെ ക്ലബിലെ അംഗങ്ങളാണ്? മാത്സ് ക്ലബിലെ അംഗങ്ങളാണ്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ ക്ലാസ് ആർ ദേ? എങ്കിൽ എത്ര ഭാഗമായിരിക്കും മാത്സ് ക്ലബിലെ അംഗങ്ങൾ? അപ്പോൾ ആകെ ക്ലാസ്സിലെ പകുതി കുട്ടികൾ ഗേൾസ് ആണ്. അപ്പൊ ഗേൾസിന്റെ പാർട്ട് ഓഫ് ഗേൾസ് ഇൻ ദ ക്ലാസ് എന്ന് ചോദിച്ചാൽ എത്രയാ വരിക? 1/2. അങ്ങനെ ഗേൾസിന്റെ എണ്ണം 1/2 ആണ്. ആ 1/2ലെ 1/3 ഭാഗം, 1/3 ഭാഗം മാത്സ് ക്ലബിലെ അംഗങ്ങളാണ്. അപ്പൊ ഏതിന്റെ 1/3 നമ്മൾ കാണണ്ടേ? 1/2ന്റെ 1/3 ഭാഗം. അത് എങ്ങനെയാണ് നമ്മൾ എഴുതുക? 1/2 ഓഫ് 1/3. ഇതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റണം. അത് ഒരുപാട് ചെയ്ത് അല്ലെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് നമുക്ക് നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലായി ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, എങ്കിൽ മാത്സ് ക്ലബിലെ കുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് പതുക്കെ ചെയ്ത് തുടങ്ങിയാലോ? ഓക്കെ, അപ്പൊ എന്താണ് ആദ്യം എഴുതേണ്ടത്? ഇത് 4th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പേജ് നമ്പർ 35ലെ 4th ക്വസ്റ്റ്യൻ ആണ്. എന്താണ് എഴുതുക? നമ്പർ ഓഫ് ഗേൾസ്. നമ്പർ എന്നുള്ളത് പാർട്ട് ഓഫ് ഗേൾസ് എന്ന് എഴുതിയാലും മതി കേട്ടോ. ക്ലാസ്സിലെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാലും മതി. ക്ലാസ്സിലെ പാർട്ട് ഓഫ് ഗേൾസ് എന്ന് എഴുതിയാലും മതി. എന്ത് വരും? part of girls in the class. ഭാഗം, part of girls. ടോട്ടൽ പാർട്ട് ഓഫ് ഗേൾസ് എന്നുള്ളത് എഴുതിയാലും കുഴപ്പമില്ല. ആകെ ഉള്ളതിന്റെ എത്ര ഭാഗം? ടോട്ടൽ പാർട്ട് ഓഫ് ഗേൾസ് ഇൻ ദ ക്ലാസ്. ടോട്ടൽ പാർട്ട് ഓഫ് ഗേൾസ് ഇൻ ദി ക്ലാസ് equal to half എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1/2. The total part of girls in the class is equal to 1/2. ഇന്നത്തെ സ്റ്റെപ്പ് എന്ത് എഴുതും? Total part of girls in the class. അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതും? ടോട്ടൽ പാർട്ട് ഓഫ് ഗേൾസ് ഇൻ ദ ക്ലാസ് ഈക്വൽ ടു 1/2. A third of them are in the maths club. A third of them. A third എന്ന് പറയുമ്പോൾ തന്നെ എന്ത് എഴുതണം? ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ 1/3. A third 1/3. A third of them are in the maths club. മാത്സ് ക്ലബ് അല്ലെങ്കിൽ മാത്സ് ക്ലബ്, മാത്സ് ക്ലബിലെ അംഗങ്ങളാണ്. A third of them are in the maths club. The part of girls in the maths club. The part of girls in the maths club is equal to എന്താ വരിക? 1/3 of 1/2. That is equal to 1/3 into 1/2 is equal to 1/6. ക്ലാസ്സിലെ പെൺകുട്ടികൾ. ക്ലാസ്സിലെ പെൺകുട്ടികൾ. ക്ലാസ്സിലെ പെൺകുട്ടികൾ സമം 1/2.
ഗണിത ക്ലബിലെ പെൺകുട്ടികൾ. ഗണിത ക്ലബിലെ കുട്ടികൾ സമം 1/2 1/3 ഭാഗം സമം 1/2 ഇൻറ്റു 1/3 സമം 1/6. ഇവർ ക്ലാസ്സിലുള്ളവരുടെ 1/6 ഭാഗമാണ്. ആകെയുള്ള കുട്ടികളിലെ 1/6 ഭാഗമാണ് ഗണിത ക്ലബിൽ ഉള്ളത്. ആകെയുള്ള കുട്ടികളുടെ 1/2 ഭാഗമാണ് ഗേൾസ്. അതിലെ തന്നെ 1/6 ഭാഗമാണ്, അതായത് ആകെയുള്ളതിന്റെ 1/6 ഭാഗമാണ് എന്ത് ഗണിത ക്ലബിലെ അംഗങ്ങളുടെ എണ്ണം. എഴുതി കഴിഞ്ഞോ? നാലാമത്തെ the total part of girls in the in the class. ക്ലാസ്സിലുള്ള ആകെ കുട്ടികളിലെ എത്ര ഭാഗമാണ് ഗേൾസ്? പകുതി ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ 1/2. A third, അതാണ് പ്രത്യേകമായിട്ട് മനസ്സിലാവാണ്ടിരിക്കുക. അപ്പൊ അത് മനസ്സിലാക്കണം. 1/3 അല്ലെങ്കിൽ 1/3, 1/3 ഭാഗം എന്നാണ് അതിന് പറയുന്നത്. ആ 1/2 ഭാഗത്തിലെ 1/3 ഭാഗം ഗേൾസും മാത്സ് ക്ലബിലെ അംഗങ്ങളാണ്. അപ്പോ 1/2ന്റെ 1/3 ഭാഗമാണ് കാണേണ്ടത്. That is 1/3 of 1/2. ന്യൂമറേറ്ററുകൾ മൾട്ടിപ്ലൈ ചെയ്തു 1 കിട്ടി. ഡിനോമിനേറ്ററുകൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 6 കിട്ടി. ഓക്കെ, അപ്പോൾ fourth question also finished. Then fifth one. It's very easy. Calculate the following in your head. Write them as products. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ മനക്കണക്കായി ചെയ്യുക. അത് ആൻസർ നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിച്ചെഴുതുക. സോ 1/4 of 1/2 വെരി ഈസി. ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇത് കഴിഞ്ഞല്ലോ അല്ലെ? മാച്ചോട്ടെ ടീച്ചർ. ഓക്കെ, 1/4 of 1/2. So very easy question. It's a fifth one. Fifth one ആണ് ക്വസ്റ്റ്യൻ എഴുതിയിരിക്കണം. കാൽക്കുലേറ്റ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് അതിൽ A ക്വസ്റ്റ്യൻ ആണ്. എന്ത് 1/4. ഇത് സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട കാര്യമില്ല. 1/4 of 1/2 എന്ന് വെച്ചാൽ ഇതിന്റെ മീനിങ് എന്താണ്? അരയുടെ കാൽഭാഗം എത്ര അല്ലെ? 1/4 of 1/2. 1/2ന്റെ 1/4 ഭാഗം എത്ര അല്ലെ? 1/2ന്റെ 1/4 ഭാഗം എങ്ങനെ ചെയ്യാ? 1/4 into 1/2 ചെയ്യേണ്ടത് ഒരേപോലെ തന്നെയാണ് കേട്ടോ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നില്ല. ദാറ്റ് ഇസ് ഈക്വൽ ടു ന്യൂമറേറ്ററുകൾ മൾട്ടിപ്ലൈ ചെയ്തു 1, ഡിനോമിനേറ്ററുകൾ മൾട്ടിപ്ലൈ ചെയ്തു 8. So its answer is 1/8. 1/2 into 1/4, that's equal to 1/8. B question എന്താണ്? അതിലെ B question രണ്ടെണ്ണേ ചെയ്തു തരുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ചെയ്തൂടെ? അതുപോലെ തന്നെ 1/2 of 1/4. 1/2 of 1/4, that is equal to എന്താണ്? 1/2 of 1/4. എങ്ങനെയാണ് ചെയ്യുക? നിങ്ങൾ തന്നെ പറയൂ. ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 1/4ന്റെ 1/2 ഭാഗം. ഇങ്ങനെ ചെയ്യാ? സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? ഇതന്നെ ഞാൻ മലയാളത്തിൽ ക്വസ്റ്റ്യൻ എഴുതിയേ ഉള്ളൂ. 1/2 into 1/4, that is equal to 1/8. അപ്പൊ ഒന്ന് മനസ്സിലാക്കിക്കോളൂ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വന്നാലും ആൻസർ കിട്ടുന്നത് തന്നെയാണ്. അരയുടെ കാൽഭാഗം കണ്ടാലും കാലിന്റെ അരഭാഗം കണ്ടാലും ആൻസർ എത്ര തന്നെയാണ് കിട്ടുന്നത്? 1/8 ആണ്. സി 1/3ന്റെ 1/5 ഭാഗം. 1/3ന്റെ 1/5 ഭാഗം എന്താണത്? 1/5 of 1/3.
1/5 of 1/3. That's equal to എന്താണ് 1/5 into 1/3. That is equal to 1 by multiply ചെയ്തു 15. Is equal to 15. Very easy. ഇനിയുള്ള മൂന്നെണ്ണം നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാലോ. 3 കണക്ക് ചെയ്തു ഇല്ലേ? ഇനിയുള്ള മൂന്നെണ്ണം നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ട് വരും. എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? അടുത്തത് 1/5ന്റെ 1/5ന്റെ 1/3 ഭാഗമാണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ? അതായത് 1/3 ഓഫ് 1/5 മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 1/3 into 1/5 നമുക്ക് കിട്ടിയ ആൻസർ തന്നെയാണ്. തിരിച്ചല്ലേ ചോദിച്ചിരിക്കണേ. അപ്പോൾ 1/15 ആണ് വരിക. അതുപോലെ 1/6 ഓഫ് 1/3. 1/6 into 1/3 ആൻസർ 1/18 എന്ന് വരും. അടുത്തത് 1/3 ഓഫ് 1/6 തിരിച്ചു ചോദിച്ചേ ഉള്ളൂ. ആൻസർ എന്ത് തന്നെയാണ് വരിക? 1/18 എന്നാണ് ആൻസർ വരിക. അപ്പം ആ ബാക്കിയുള്ള 3 കണക്കുകൾ നിങ്ങൾ സിമ്പിളായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തിട്ട് വരിക. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് പഠിക്കാനുള്ളത് ഭാഗത്തിലെ മടങ്ങ്, ടൈംസ് ഇൻ പാർട്ട് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ് ടൈംസ് ഇൻ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഇപ്പൊ ഭാഗത്തിന്റെ ഭാഗമല്ലേ പഠിച്ച്, ഇനി എന്താണ് ഭാഗത്തിന്റെ മടങ്ങ് പഠിക്കാൻ പോവാ. മടങ്ങ് എന്ന് പറഞ്ഞാൽ ടൈംസ്, ഭാഗം എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ ഫോമിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അതേ ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താ 2 liters of milk is used to fill 3 bottles of the same size. 2 ലിറ്റർ പാല് എൻ്റെ കയ്യിലുണ്ട്. അത് ഒരേ വലിപ്പമുള്ള 3 കുപ്പികളിലേക്കായിട്ട് നിറയ്ക്കുന്നു. അപ്പോൾ ഒരു കുപ്പിയിലുള്ള പാലിന്റെ അളവ് എത്രയാ? അപ്പൊ നമ്മൾ മനസ്സിൽ ചിന്തിക്കണം, അത് 2 ലിറ്റർ പാലാണ് ആകെയുള്ളത്. അതിനെ ഞാൻ ഒരേ വലിപ്പമുള്ള 3 കുപ്പികളിലേക്കായി നിറയ്ക്കുന്നു എങ്കിൽ ഒരു കുപ്പിയിലുള്ള പാലിന്റെ അളവ് 2/3 അല്ലേ? എപ്പോഴും ഞാൻ റിപ്പീറ്റ് ചെയ്യും എല്ലാ ക്ലാസ്സിലും. ആകെയുള്ള അളവ് എത്രയാണോ അത് ന്യൂമറേറ്റർ, എത്ര കുപ്പികളിലേക്ക്, എത്ര പാത്രങ്ങളിലേക്ക്, എത്ര സഞ്ചികളിലേക്കാണ് മാറ്റുന്നത്, അത് ആ നമ്പർ ഡിനോമിനേറ്റർ. അപ്പോൾ അംശം 2 ആണ്, ഛേദം 3 ആയിട്ട് വരും. അപ്പോൾ ഒരു ബോട്ടിലുള്ള പാലിന്റെ അളവ് എന്ന് പറയുന്നത് 2/3 ലിറ്റർ ആയിരിക്കും. ക്വസ്റ്റ്യൻ അതല്ല. എന്താ ചോദ്യം? എ ക്വാർട്ടർ ഓഫ് 1 such bottle is poured into a glass. എന്താണ്? അതിൽ ഒരു കുപ്പിയിലുള്ള പാലിന്റെ അളവാണ് നമ്മളിപ്പോൾ കണ്ടെത്തിയത് 2/3. ആ 2/3 ലിറ്റർ പാലുള്ള കുപ്പിയിൽ 1/4 ഭാഗം, ക്വാർട്ടർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതിലെ 1/4 ഭാഗം ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെച്ചു. ഹൗ മച്ച് മിൽക്ക് ഈസ് ഇൻ ദ ഗ്ലാസ് എങ്കിൽ ആ കുപ്പിയിലുള്ള പാലിന്റെ എത്ര ഭാഗമായിരിക്കാം ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ടാവുക? 2 ലിറ്റർ പാല് ഒരേ വലിപ്പമുള്ള 3 കുപ്പികളിലേക്കായിട്ട് നിറയ്ക്കുന്നു. അതിലൊരു കുപ്പിയുടെ 1/4 ഭാഗം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു എങ്കിൽ ഗ്ലാസ്സിൽ ഇപ്പോൾ ഒഴിച്ച പാലിന്റെ അളവ് എത്ര, അല്ലെങ്കിൽ എത്ര ലിറ്റർ പാലാണ് ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചത്? അപ്പോൾ ഒരു കുപ്പിയിലുള്ള പാലിന്റെ അളവ് നമ്മൾ കണ്ടെത്തി 2/3. അതിന്റെ 1/4 ഭാഗമാണ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചത് അല്ലെ? അപ്പൊ 2/3യുടെ 1/4 ഭാഗമല്ലേ കാണേണ്ടത്? അതിനെ എങ്ങനെ എഴുതും? 1/4 ഓഫ് 2/3. കണ്ട് നമ്മൾ ഇതുവരെ ചെയ്ത അതേ പ്രോബ്ലം തന്നെ, പക്ഷേ നമ്മൾ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. സ്റ്റെപ്സ് എഴുതണമെങ്കിലും അർത്ഥം അറിയണ്ടേ ക്വസ്റ്റ്യന്റെ? അത് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ഫോളോ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ 1/4 ഓഫ് 2/3 ആണ് കാണേണ്ടത്. സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ 1/4 into 2/3. അത് കണ്ടാലാണ് പറ്റൂ. അത് കണ്ടാൽ നമുക്ക് ആൻസർ കിട്ടി. അതാണ് ഇതിന്റെ ആൻസർ വരുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഇപ്പോ ഇതെങ്ങനെയാണ് മറിച്ചും മാറ്റിയും ഒക്കെ ചോദിക്കും. ടൈംസ്, പാർട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചാലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. എങ്ങനെ? കൃത്യമായിട്ട് നമ്മൾ അന്നന്ന് എടുക്കുന്നത് എഴുതി പഠിക്കുക, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക, അർത്ഥം മനസ്സിലാക്കി ചെയ്യണം, എന്നാലേ കാര്യം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുന്നു. ഈ വായിച്ച പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് മീനിങ് പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾ തന്നെയാണ് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.